അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്ത്രീ ജനങ്ങളെ, മുഅ്മിനാത്തുകളെ, പുരുഷന്മാരെ സംബന്ധിച്ച് പള്ളികളിൽ നിന്നൊക്കെ അവർ കണ്ടും കേട്ടും അനുഭവിച്ചും അവർക്കറിയാം. നിങ്ങൾക്ക് പലർക്കും അത്ര പരിചയമുണ്ടാവുകയില്ല. വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണ്. പെരുന്നാൾ നിസ്കാരം അഖല്ലുഹ റക്അത്താനി സുന്നത്തുൽ വുളൂഇ, വുളൂഇൻ്റെ 2 സുന്നത്ത് പോലെ ഏറ്റവും ചുരുങ്ങിയ രൂപം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. തക്ബീറൊന്നും ചൊല്ലാതെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. വാക്കുമലുഹ പൂർണ്ണ രൂപം എങ്ങനെയാണ്? അയ്യൊക്കബറ ജഹ്റൻ, അത് ഉറക്കെ തക്ബീർ ചൊല്ലുക. ഫി ഉലാഹുമ, ഉലാഹുമ എന്ന് പറഞ്ഞാൽ 2 റക്അത്താണല്ലോ, അതിൽ ആദ്യത്തേതിൽ തക്ബീർ ചൊല്ലണം. 7 തക്ബീറാണ് ചൊല്ലേണ്ടത്. ഉറക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകളാകുമ്പോൾ പുരുഷന്മാർ അത്ര ശബ്ദം ഉയർത്തേണ്ട, ഒരു മീഡിയം ശബ്ദത്തിൽ അന്യ പുരുഷന്മാരൊന്നും കേൾക്കാത്ത രീതിയിലാവുകയും വേണം. ബാദ് ഇഫ്തിതാഹിൻ, അപ്പം എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി. ബലിപെരുന്നാളാണെങ്കിൽ ബലിപെരുന്നാളെങ്കിൽ, ചെറിയ പെരുന്നാളെങ്കിൽ ചെറിയ പെരുന്നാൾ. ഇപ്പോൾ ചെറിയ പെരുന്നാളാണല്ലോ, ചെറിയ പെരുന്നാളിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? വജ്ജഹത്ത് ഓതുക. എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും വജ്ജഹത്ത് സുന്നത്തുണ്ടല്ലോ, വജ്ജഹത്ത് ഓതുക. എത്ര വട്ടമാണ് അങ്ങോട്ട് തക്ബീർ ചെയ്യേണ്ടത്? 7 തവണ തക്ബീർ ചൊല്ലുക. എന്നിട്ടോ 2ാമത്തെ റക്അത്തിലും ആണ് തക്ബീർ ചൊല്ലുക. അവിടെ അതിന് വജ്ജഹത്ത് ഉണ്ടാവില്ലല്ലോ. 2ാമത്തെ റക്അത്തിലേക്ക് എണീച്ച ഉടൻ തന്നെ എന്ത് ചെയ്യുക? 5 പ്രാവശ്യം തക്ബീർ ചെയ്യുക. അപ്പോൾ 1ാമത്തെ റക്അത്തിൽ 7 തവണ തക്ബീർ ചൊല്ലുക, 2ാമത്തെ റക്അത്തിൽ 5 തവണ ചൊല്ലുക. ഖബല തഅവ്വുദുൻ ഫീഹിമ, 2 റക്അത്ത് ആകുമ്പോഴും അഊദ് ചൊല്ലുന്നതിന് മുമ്പാണ്. അഊദ് ചൊല്ലിയിട്ടല്ല ചൊല്ലേണ്ടത്, തക്ബീർ ചൊല്ലിയിട്ടാണ് അഊദും ബിസ്മിൻ ഫാത്തിഹ പിന്നെ അങ്ങനെ തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നിയ്യത്ത് ചെയ്യുന്നു, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു. തക്ബീറത്തുൽ ഇഹ്റാം എല്ലാ നിസ്കാരത്തിനും വേണമല്ലോ. എന്നിട്ട് വജ്ജഹത്ത് ഓതുന്നു. വജ്ജഹത്തുവിന് ശേഷം 1ാമത്തതിൽ 7 തക്ബീറും 2ാമത്തതിൽ വജ്ജഹത്തും ഉണ്ടാവില്ല, നേരെ തക്ബീറാണ് ചൊല്ലിയാൽ മതി, 5 തക്ബീർ. എന്നിട്ട് എന്ത് ചെയ്യുക? അഊദു ബിസ്മി ഫാത്തിഹ അങ്ങനെ ഓതുക. ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഓരോ തക്ബീറിനും 2 കൈകൾ ചുമലിന് നേരെ ഉയർത്തണം. 2 തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്? അഥവാ ഒരു തക്ബീർ ചൊല്ലിയിട്ട്, അതാണ് വയഖൂലു ബൈന കുല്ലി തക്ബീറത്തൈനി, എല്ലാ ഈ 2 തക്ബീറുകൾക്കിടയിലും എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. പിന്നെ ഇത് കൂട്ടും ചെയ്യുക, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നും കൂടി കൂട്ടി ചൊല്ലുന്നത് നല്ലതാണ്. ഇനി കിതാബുകളിലൊക്കെ കാണാം, വല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലമ തസ്ലീമൻ കസീറ എന്നും കൂടി കൂട്ടി ചൊല്ലാവുന്നതാണ്. ഇനി ഇതായാലും മതി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് മാത്രം ചൊല്ലിയാലും മതി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ചൊല്ലുക. വേണമെങ്കിൽ വല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലമ തസ്ലീമൻ കസീറ എന്നും കൂടി കൂട്ടി ചൊല്ലാവുന്നതാണ്. അപ്പം ഒരു തക്ബീർ ചൊല്ലിയിട്ട് ഈ ദിക്ർ ചൊല്ലുക, പിന്നൊരു തക്ബീർ ചൊല്ലുക, പിന്നെ ദിക്ർ ചൊല്ലുക, പിന്നൊരു തക്ബീർ ചൊല്ലുക, ഈ ദിക്ർ ചൊല്ലുക. അതാണ് പറഞ്ഞു കേട്ടോ. വയഖറഉ ഫീഹിമ, പിന്നെ ഈ തക്ബീറൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുമല്ലോ. ഫാത്തിഹ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? 1ാമത്തെ റക്അത്തിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് ആ സൂറത്ത് ഓതുക. 2ാമത്തെ റക്അത്തിൽ ഇഖ്തറബത്തിസ് സാഅതു എന്ന് പറഞ്ഞ ആ സൂറത്തുണ്ടല്ലോ, അത് ഓതുക. അല്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ സബ്ബിഹ് ഇസ്മ ഓതാം, 2ാമത്തെ റക്അത്തിൽ ഹൽ അതാക്കയും ഓതാം. ഇനി ഇതൊന്നും കിട്ടുമെങ്കിൽ കിട്ടുന്ന 2 സൂറത്തുകൾ, തൊട്ട് മേലെയും താഴെയുമുള്ള 2 സൂറത്തുകൾ, ചെറിയ 2 സൂറത്തുകൾ ഓതിയാലും മതി. ഇനി സൂറത്തൊന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ കൂലി നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ, ഫാത്തിഹ മാത്രം ഓതിയാലും മതി. ഇനി സമയം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. വഖതുഹ ബൈന തുലൂഇ യൗമിൽ ഈദ് വസവാലിഹി, പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് ഇതിൻ്റെ സമയം. ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ബഅദ ഇർതിഫാഇ ശംസി ഖദർ, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ ഉയർന്നതിന് ശേഷം, അഥവാ സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുക. ഉച്ചവരെ നിസ്കരിക്കാം കേട്ടോ. വൈസുന്ന താജൂലിൽ അദ്ഹ, ബലിപെരുന്നാൾ നിസ്കാരം പെട്ടെന്ന് നിർവഹിക്കലാണ് സുന്നത്ത്. കാരണം എന്താ? ഈ എത്തസ വഖത്തു തളഹിയ, ഉളഹിയത്തിൻ്റെ സമയം വിശാലമാകാൻ കാണിയിട്ട്. കാരണം നിസ്കാരം
പിന്നെ 2 ഖുതുബയും കഴിഞ്ഞിട്ടേ അറുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിസ്കരിച്ചാലല്ലേ നമുക്ക് കൂടുതൽ സമയം കിട്ടുള്ളൂ. എന്നാൽ തഅഖീറുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് വൈകിപ്പിക്കാൻ നല്ലത്. കാരണം എന്താണ്, ലിയത്തസ്യ വഖ്തു സക്കാത്തി, ഫിത്ർ സക്കാത്തിൻ്റെ സമയം വിശാലമാകാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ പെരുന്നാളിൻ്റെ ഫിത്ർ ഏതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ശരിക്കും പെരുന്നാളിൻ്റെ നിസ്കാരം വരെയാണ് അതിൻ്റെ സമയം. ആ ദിവസം ആ പകൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ കൊടുക്കാമെങ്കിലും അതിൻ്റെ ഏറ്റവും സമയം നിസ്കാരം വരെയാണ്. അപ്പോൾ നിസ്കാരം കുറച്ച് വൈകിപ്പിച്ചാൽ ആ സമയം, നല്ല സമയം കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ. ചുരുക്കി പറയാണ്, വൈസുന്ന തക്ബീർ ഫിൽ ഈദൈനി, 2 പെരുന്നാൾ നിസ്കാരമാണെങ്കിലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഏത് നിസ്കാരത്തിൽ മാത്രമല്ല, പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ. മിനൽ ഖുറൂബി, ആ അസ്തമിച്ചത് മുതൽക്ക്, പെരുന്നാളാണെന്ന് അറിയണ ആ സമയം ഉണ്ടല്ലോ, അസ്തമയം, അത് മുതൽക്ക് അൻ യുഹ്രിമൽ ഇമാമ് എന്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നത് വരെ. ഈ സ്വല്ലാ ഫി ജമാഅത്തായി അവർ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ തക്ബീറുകൾ അങ്ങനെ ചൊല്ലാം. അല്ലാഹു അക്ബർ അതുണ്ട് എല്ലാ തക്ബീർ. വല ഇഹ്റാമിഹി ഇൻ സ്വല്ലാ മുൻഫരിദ്, ഇനി ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ എന്ത് ചെയ്യുക, അസ്തമിച്ചത് മുതൽ അതുവരെ അങ്ങനെ ചൊല്ലാവുന്നതാണ്. വൈല സവാലി ഇല്ലം യുസല്ലി, ഇനി ഒരാൾ പെരുന്നാൾ നിസ്കരിക്കുന്നില്ലെങ്കിലോ അപ്പോൾ അവന് ആ പെരുന്നാളിൻ്റെ ഉച്ച വരെ, മറ്റേ നിസ്കാരം വരെയാണ്, തക്ബീറത്തുൽ ഇഹ്റാം വരെയാണ്. ഇനി ഒരാൾ നിസ്കരിക്കണില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുക, ഉച്ച വരെ ചൊല്ലാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.